ശക്തമായ കാറ്റിലും മഴയിലും പീരുമേട് മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. മഴയോടൊപ്പം ഉണ്ടാകുന്ന കാറ്റാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ ജീവനക്കാർ അഹോരാത്രം പണിയെടുക്കുകയാണ് എന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പീരുമേട് എം.എൽ.എ. വാഴൂർ സോമനും പീരുമേട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും കാറ്റും ഏറ്റവും കൂടുതൽ ബാധിച്ചത് വൈദ്യുതി മേഖലയാണ്. പലയിടത്തും വൈദ്യുതി മുടങ്ങിയിട്ട് 5 മുതൽ 8 ദിവസം വരെ ആയിട്ടുണ്ട്. മഴയോടൊപ്പം തുടർച്ചയായി ശക്തമായ കാറ്റുണ്ടായത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. നിരവധി വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞുപോയത്. മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ വീഴുന്നതാണ് തിരിച്ചടിയായത്. തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണെന്നും വൈദ്യുതി ലൈനിലേക്കും മറ്റും ഒടിഞ്ഞു വീണ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റാൻ ഫയർഫോഴ്സിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും കൂടുതൽ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പൊതുജനങ്ങളും സേവന തൽപരരായി രംഗത്ത് വന്നിട്ടുണ്ടെന്നും വാഴൂർ സോമൻ എം.എൽ.എ. പറഞ്ഞു. ഏവരും KCB-യുമായി സഹകരിച്ച് ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പീരുമേട് എം.എൽ.എ. എന്ന നിലയിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശക്തമായ മഴയോടൊപ്പം ഉണ്ടാകുന്ന കാറ്റിൽ മരം കടപുഴകി വീഴുന്നതും പോസ്റ്റ് ഒടിയുന്നതുമാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഞാൻ KCB പീരുമേട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമായിരിക്കും. പൊതുജനങ്ങളെല്ലാം വളരെയധികം സഹകരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരുടെയും ബുദ്ധിമുട്ട് നമുക്കറിയാം. 4-5 ദിവസമായി പവർ സപ്ലൈ ഇല്ലാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞങ്ങളിവിടെ അഹോരാത്രം പണിയെടുക്കുന്നു. ഞങ്ങളുടെ ജീവനക്കാർ പകലില്ലാതെ ഇവിടെ കിടന്ന് അധ്വാനിക്കുകയാണ്. എന്നാൽ ഇത് കൈപിടിയിൽ ഒതുങ്ങുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഭയങ്കരമായ കാറ്റ്. മഴ മാത്രമുള്ളായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഭയങ്കരമായ കാറ്റാണ്. മരങ്ങൾ കടപുഴകി വീഴുകയാണ്. ജോലിക്ക് കൂടുതൽ ആളെ എടുക്കാനുള്ള സാഹചര്യവും ഇതിന് പരിചയമുള്ള ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ ആൾക്കാരെ എടുത്ത് എത്രയും പെട്ടെന്ന് പരാതികൾ പരിഹരിച്ച് പവർ സപ്ലൈ തരാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുവരെ പൊതുജനം ദയവേത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജീവനക്കാരുടെ കുറവ് നോക്കാതെ രാപ്പകൽ വ്യത്യാസമില്ലാതെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണെന്നും ജീവനക്കാർ അവധി പോലും എടുക്കാതെയാണ് പണികൾ നടത്തി വരുന്നതെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പീരുമേട് എം.എൽ.എ. വാഴൂർ സോമനും ഉന്നത വൈദ്യുതി ഉദ്യോഗസ്ഥരും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.